മനുഷ്യജീവിതം അമൂല്യമാണ്. ആ ജീവിതത്തെ വലിയ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈശ്വരന്റെ കൃപ കൂടി വേണം. ഇനി ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കേരളത്തിലെ സൗന്ദര്യ കാഴ്ചകളുടെ മനോഹാരിതയിൽ ഒന്നാണ് എറണാകുളം ജില്ല. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്ന സുന്ദര ഗ്രാമം നമ്മെ സ്വാഗതം ചെയ്യുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ ലോകത്തേക്ക് തന്നെയാണ്. കടൽ തിരകളും കായലോളങ്ങളും ഒന്നു ചേർന്ന് ആനന്ദിപ്പിക്കുന്ന ചെറായി ഗ്രാമത്തിൻ്റെ പുലരികളും സന്ധ്യകളും നിലാരാത്രികളുമൊക്കെ അത്രമേൽ ചൈതന്യമുള്ളതാകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഭക്തിസാന്ദ്രമായ ജീവിതചര്യ കൊണ്ട് തന്നെയാണ്. പ്രകൃതിരമണീയമായ ഈ ദേശത്ത് 17-ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു എന്ന് ചരിത്രം പറയുന്ന കേരളത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ രക്തേശ്വരി ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറായി ശ്രീ രക്തേശ്വരി ദേവി ക്ഷേത്രം. ഒരു കാലത്ത് കുടുംബക്ഷേത്രമായിരുന്ന ക്ഷേത്രം പിൽക്കാലത്ത് ഈ ദേശത്തിൻ്റെ മുഴുവൻ പരദേവതയായി മാറുകയായിരുന്നു. കടലോളം കനിവുള്ള ദേവീ ചൈതന്യം തന്നെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ക്ഷേത്രമുണ്ടായ കാലം മുതൽക്കേയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഈ ഗ്രാമവാസികൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നതിൻ്റെ കാരണം ഉഗ്രരൂപിണിയായ ശ്രീ രക്തേശ്വരി ദേവീ ചൈതന്യം കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. യുഗങ്ങൾക്കപ്പുറത്തുള്ള ദേവീചരിതം പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ. അതാത് കാലഘട്ടങ്ങളിൽ തിന്മകളുടെ മേൽ സംഹാരതാണ്ഡവം നടത്തി ലോകരക്ഷയ്ക്കായി നന്മയുടെ പ്രകാശം വിടർത്തുന്ന ദേവീ ചൈതന്യം കാളിയായും ഭദ്രയായും ലക്ഷ്മിയായും ദുർഗയായും ചാമുണ്ടേശ്വരിയായും രക്തേശ്വരിയായുമൊക്കെ നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു. ശുംഭനിശുംഭാസുരന്മാരുടെ വധത്തിനായിട്ടാണല്ലോ ശിവന്റെ കോപാഗ്നിയിൽ നിന്ന് അവതരിച്ച ദേവി സപ്തമാതാക്കളുടെ രൂപഭാവത്തിൽ അസുരന്മാരോട് ഘോരയുദ്ധം നടത്തിയതും. ശിവനയനത്തിൽ നിന്ന് അവതരിച്ച ദേവി ശുംഭനിശുംഭാസുര വധത്തിനായി സിംഹവാഹനത്തിലേറി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവല്ലോ. തുടർന്ന് ത്രിലോകങ്ങളെയും ഞെട്ടിക്കുമാറ് ഘോരരൂപിണിയായ ദേവി ശുംഭനിശുംഭാസുരന്മാരുടെ സൈന്യാധിപന്മാരുമായും യുദ്ധം ചെയ്ത് ഓരോരുത്തരെയും നിഷ്പ്രയാസം വധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രധാന സൈന്യാധിപന്മാരിലൊരാളായ രക്തബീജാസുരന്റെ വരവ്. ഹിമാലയ സാനുക്കളെ നടുക്കുമാറ് അലറി വിളിച്ചു വരുന്ന രക്തബീജാസുരനെ വധിക്കുക അത്ര എളുപ്പമല്ലേ എന്ന് മനസ്സിലാക്കുന്ന ദേവി അസുരനുമായുള്ള യുദ്ധത്തിനിടയിൽ മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. അതാണ് രക്തേശ്വരി സങ്കല്പം. രക്തബീജാസുരന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയൊരസുരൻ ജനിക്കുന്നു. അതുകൊണ്ടാണ് ഈ അസുരന് രക്തബീജാസുരൻ എന്ന പേരുണ്ടാകുന്നത്. ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ രക്തബീജാസുരന്മാർ ജനിക്കുന്നതുകൊണ്ട് രക്തബീജാസുര വധത്തിനായി യുദ്ധത്തിനിടയിൽ രക്തേശ്വരി ഭാവത്തിൽ അവതരിച്ച ദേവീരൂപം അസുരന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന
ഒരു തുള്ളി ചോര പോലും ഭൂമിയിലേക്ക് പതിക്കാതെ പാനം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ദേവിയെ രക്തേശ്വരി സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയത്. ശുംഭനിശുംഭാസുരന്മാരെ വധിക്കുന്നതുവരെ നീണ്ടുനിന്ന ഘോരയുദ്ധത്തിൽ ദേവി പിന്നെയും വിവിധ ഭാവങ്ങളിൽ അവതരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ സപ്തമാതാക്കളുടെ അവതാരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സപ്തമാതാക്കളിൽ ഒരാളായ ഉഗ്രരൂപിണിയായ ശ്രീ രക്തേശ്വരി ദേവിയെ തന്നെയാണ് ചെറായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുവെന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ചെറായി ശ്രീ രക്തേശ്വരി ദേവീ ദർശനം സർവപാപമുക്തിക്കും തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള പ്രയാണം നടത്തി കർമ്മവഴികൾ വിശുദ്ധമാക്കുന്നതിനും അത്യുത്തമമാണ് എന്ന് പഴമക്കാർ പറയുന്നു. ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടുത്തേത്. മഹാത്രിപുരസുന്ദരിയായ ദേവി ഉഗ്രരൂപിണിയായി രക്തവർണമായ കടലിനു മീതെ സിംഹവാഹനത്തിൽ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ കടലോളം വലുപ്പമുള്ള ദേവി ഈ ദേശക്കാർക്ക് കടലോളം കനിവുള്ള ദേവിയായും മാറുന്നു. ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 17-ാം നൂറ്റാണ്ടിൽ വടക്കേ മലബാറിൽ നിലനിന്ന കരിപ്പത്തില്ലത്തെ കാരണവരാണ് ഈ ദേശത്ത് ദേവിയെ കുടിയിരുത്തിയത്. കാരണവരെ മുത്തപ്പൻ എന്ന വിളിപ്പേരുള്ള ദൈവസങ്കല്പത്തിൽ ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. കരിപ്പത്തില്ലത്തെ കാരണവരായിരിക്കുമ്പോൾ തന്നെ വേദപഠനങ്ങളിലും കളരി അഭ്യാസങ്ങളിലും താന്ത്രിക വിദ്യ പഠിക്കുന്നതിലും അതീവ തൽപരനായിരുന്ന മുത്തപ്പൻ കാരണവർ കരിപ്പത്തില്ലത്തുനിന്ന് തന്നെ വേളി കഴിക്കുകയും ചെയ്തു. ഒരിക്കൽ ഇല്ലത്തുനിന്നും കുടുംബസമേതം യാത്ര തിരിക്കുന്ന മുത്തപ്പൻ ഇല്ലത്ത് കുടിയിരുത്തിയിരുന്ന ശ്രീ രക്തേശ്വരി ദേവി ചൈതന്യത്തെ തൻ്റെ ഉപാസനാമൂർത്തിയായി ആവാഹിക്കുകയും ചെയ്തു. യാത്ര ചെയ്ത മുത്തപ്പനും കുടുംബവും ഒടുവിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ചെറായി ഗ്രാമത്തിലായിരുന്നു. ആ കാലത്ത് കാവുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് മുത്തപ്പനും കുടുംബവും തങ്ങളുടെ ഉപാസനാമൂർത്തിയായ ശ്രീ രക്തേശ്വരി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ഈ ദേശത്ത് വാസം തുടങ്ങുകയും ചെയ്യുന്നതോടുകൂടിയാണ് ചെറായി ശ്രീ രക്തേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത്. ദേവിയുടെ അപാര ചൈതന്യം അനുഭവിച്ചറിഞ്ഞ പുളിയാമ്പുള്ളി തമ്പുരാനായിരുന്നു ആ കാലത്തെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിണാമ കാലഘട്ടത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ച കാരണവരായ മുത്തപ്പനെയും ആദ്യമായി ക്ഷേത്രം നിർമ്മിച്ച പുളിയാമ്പുള്ളി തമ്പുരാനെയും മുത്തപ്പൻ കാരണവരുടെ ഗുരുനാഥനെയും ആരാധനാമൂർത്തികളായി ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിച്ചു. ഈ 3 ദൈവചൈതന്യങ്ങൾക്ക് മുന്നിലും മറ്റനേകം പൂജകളും നിവേദ്യങ്ങളും നടത്തിവരുന്നു. ധ്വജപ്രതിഷ്ഠയോടുകൂടി ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം നിർമ്മിച്ചത് ദേശവാസികളും കുടുംബക്കാരും ചേർന്നാണ്. പൗരാണികമായ ക്ഷേത്രസങ്കല്പത്തിൽ തന്നെയാണ് ഒരു പരിധിവരെ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ലോഹത്തിൽ പൊതിഞ്ഞ കൊടിമരച്ചുവട്ടിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളുടെ പ്രതിഷ്ഠകൾ കണ്ടുതൊഴാം. ക്ഷേത്രമുഖപ്പിലൂടെ അകത്തേക്ക് കയറുമ്പോൾ കൽത്തൂണുകളിൽ സ്ഥാപിച്ച നമസ്കാര മണ്ഡപം, നമസ്കാര മണ്ഡപത്തിൻ്റെ മേൽക്കൂരകളിൽ
പൗരാണിക ക്ഷേത്രങ്ങളിലേതെന്നതുപോലെ തടിയിൽ കൊത്തിയ ചിത്രപ്പണികളും കാണാം. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലിനുള്ളിലെ ശ്രീ രക്തേശ്വരി ദേവിയെ തൊഴാം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് വളരെയധികം പ്രത്യേകതകളാണ് കാണാൻ കഴിയുന്നത്. ഇരുനിലകളുള്ള ഉയർന്ന ശ്രീകോവിൽ മഹാക്ഷേത്രങ്ങളുടേത് എന്ന പോലെ തോന്നിക്കുന്നു. രക്തേശ്വരി ദർശന പുണ്യത്തിനായി എത്തുന്നവർക്ക് ഉപദൈവങ്ങളായ ഗണപതി ഭഗവാനെയും ധർമ്മശാസ്താവിനെയും വണങ്ങി ദേവിയുടെ പരിവാരമൂർത്തികളായി ക്ഷേത്രകാവിൽ കുടികൊള്ളുന്ന നാഗരാജാവ്, സുന്ദരയക്ഷി, കരുനാഗയക്ഷി എന്നീ ദൈവങ്ങളുടെ ദർശനഭാഗ്യവുമുണ്ട്. മേടമാസത്തിലെ രേവതി നക്ഷത്രം ആറാട്ടോടുകൂടി 7 ദിവസത്തെ ഉത്സവത്തിൽ എല്ലാ വർഷവും കേരളത്തിൽ തന്നെ പ്രശസ്തരായ 5 ഗജവീരന്മാരെ എഴുന്നള്ളിച്ച് ഉത്സവം ഗംഭീരമാക്കുന്നു. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലും മറ്റ് പ്രധാന ആത്മീയ പ്രവർത്തനങ്ങളിലും സ്ത്രീകളുടെ കൂട്ടായ്മ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൽ നിത്യവും ഗുരുതി നിവേദ്യവും ദേവിയുടെയും മുത്തപ്പൻ്റെയും ഇഷ്ടവഴിപാടായ ത്രിമധുരവും നടത്തിവരുന്നു. ഉഗ്രമൂർത്തിയായ ദേവിക്ക് നെയ്പായസം പ്രധാനപ്പെട്ട വഴിപാടാകുമ്പോൾ മുത്തപ്പനും ഗുരുനാഥനും അട നിവേദ്യമാകുന്നു. ദേവിയുടെ സേവകനായ പുളിയാമ്പുള്ളി തമ്പുരാന്റെ ഇഷ്ടനിവേദ്യങ്ങൾ ഇടികലശം, പൊടികലശം, മദ്യം ചേർന്നുള്ള കലശ നിവേദ്യം എന്നിവയാണ്. ക്ഷേത്രമുറ്റം സായാഹ്നങ്ങളുടെ സങ്കീർത്തനങ്ങളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ക്ഷേത്രഗോപുരങ്ങൾക്കപ്പുറം ചുവന്ന സൂര്യൻ സന്ധ്യാമന്ത്രങ്ങൾ ഉരുവിട്ട് ചക്രവാളത്തിലേക്ക് യാത്ര തുടങ്ങുകയായി. സൂര്യൻ്റെ ചുവന്ന ശോഭയിൽ കടൽ രക്തനിറമാർന്ന് തിരതല്ലുമ്പോൾ ഉഗ്രരൂപിണിയായ ദേവി സിംഹവാഹനപ്പുറത്തേറി ചക്രവാളമാകെ നിറയുകയായി. ക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ ചിരാതുകളിൽ ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നു. ഇനി ദീപാരാധനാവേളയാണ്. ഭക്തജനങ്ങൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ട് ശ്രീകോവിലിനുള്ളിലേക്ക് നടന്നു. ത്രിസന്ധികളിലേക്ക് ഇരുൾ പരക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിലെ മോക്ഷസാഗരമായ ദേവിയിൽ നിന്ന് ഭക്തരുടെ ഉള്ളിലേക്ക് ശാന്തിയുടെ കുളിർക്കാറ്റ് വീശുകയായി. ക്ഷേത്രമണികൾ മുഴങ്ങി. ശ്രീകോവിൽ തുറക്കുമ്പോൾ ശ്രീ രക്തേശ്വരി ദേവിയിൽ നിന്നും കരുണാസാഗരം ഭക്തജനങ്ങളുടെ ആത്മാവിലേക്കൊഴുകുന്നു. ദേവീ ചൈതന്യം ഒരു സങ്കീർത്തനം പോലെ സർവചരാചരങ്ങളിലേക്കും നിറയുമ്പോൾ ഭൂമിയും മാനവും സ്വത്വവും മറന്ന് ഭക്തജനങ്ങൾ ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തുടങ്ങുകയായി.